എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് 24 നടത്തിയ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്ന മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെയും ലോജിക്കൽ റീസണിങ്ങിലെയും ക്വസ്റ്റ്യൻസ് ആണ്. First question, working 9 hours a day, 12 persons complete a work in 25 days. Working 6 hours a day, 50 persons can do the same working. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന 25 ദിവസം 12 പേര് 9 മണിക്കൂർ വീതം വർക്ക് ചെയ്താലാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. അതായത് 12 പേര് 25 ദിവസം, ഒരു ദിവസം 9 മണിക്കൂർ വീതം വർക്ക് ചെയ്താലാണ് അവരുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ 15 പേര് ഒരു ദിവസം 6 മണിക്കൂർ വീതം വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 28 ഡേയ്സ്, 29 ഡേയ്സ്, 30 ഡേയ്സ്, 32 ഡേയ്സ്. ഇതിനൊരു ഫോർമുലയുണ്ട്. N1 T1 D1 = N2 T2 D2. അതായത് നമ്പർ ഓഫ് പേഴ്സൺസ്, അതുപോലെ ടൈം, ഡേയ്സ്. അത് ഫസ്റ്റിലെയും സെക്കൻഡിലെയും ഈക്വലായിട്ട് നമ്മൾ എഴുതുക. N1 T1 = N2 T2 D2. അതായത് N Tയും D ഇതാണ് നോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആവും എന്നാണ്. അപ്പം 9 × 12 × 50. അതായത് നമുക്ക് ഫസ്റ്റ് പോർഷനിൽ തന്നിട്ടുണ്ട് 9 hours, 12 persons, 25 days = 6 × 50 എന്ന് വരും. അതായത് 6 hours 50 പീപ്പിളുമാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എത്ര ഡേയ്സ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് D2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനായിട്ട് 9 × 12 × 25 / 6 × 50. അതായത് 6 50 ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ D2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് വെട്ടിക്കുറച്ച് വരുമ്പോഴേക്കും നമുക്ക് എത്ര കിട്ടും? 30 എന്ന് കിട്ടും. അതായത് 9 × 12 × 25 / 6 × 50 എന്ന് പറയുന്നത് 30 കിട്ടും. അതായത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. വേറെ ഒന്നുമില്ല, ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. N1 T1 D1 = N2 T2 D2. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് അപ്ലൈ ചെയ്യുക, ഗുണിക്കുക, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 successive discount of 30% on the marked price of an item are together equivalent to single discount of. അതായത് നമ്മൾ 30% വെച്ച് 3 തവണ ഒരു മാർക്കറ്റ് പ്രൈസിൽ വെച്ചിട്ട് ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ഈ 3% കൂടെ സിംഗിൾ ഡിസ്കൗണ്ടിലാകുമ്പോൾ എന്തോരം ഇക്വലൻ്റ് ആണ്. അതായത് സിംഗിൾ കൊടുക്കുന്നതും ഈ 3 തവണയായിട്ട് കൊടുക്കുന്നതും തമ്മിലുള്ള ഇക്വലൻ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 90%, 27%, 65.7%, 78.2%. അപ്പോൾ ഇവിടെ P ആണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം 30% എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് 30/100 എന്ന് നമുക്ക് എഴുതാം. അതായത് 0.30 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ P × 1 - 0.30 = P × 0.70 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ഡിസ്കൗണ്ട്, അതായത് ഈ P × 0 × 70 പിന്നെ 1 - 30 കുറയ്ക്കണം. അതായത് P × 0.70 × 1 - 30. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? P × 0.49 എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ P × 0.49 എന്ന് കിട്ടും. ഇനി തേർഡ് ഡിസ്കൗണ്ട്, അതും ഇതുപോലെ തന്നെ P × 0.49 × 1 - 0.30 = P × 0.343 എന്ന് കിട്ടും. അതായത് 0.340 എന്ന് കിട്ടും. അതായത് 0.349 നമ്മൾ പെർസെൻറ്റേജിലോട്ട് മാറ്റുമ്പോൾ 34.3% എന്ന് കിട്ടും. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മൾ 3 തവണ ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എത്ര ശതമാനമാണ് കിട്ടുന്നതെന്നാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്കൗണ്ട്, അത് മാർക്കറ്റ് പ്രൈസിന് എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് 100 - 34.3 = 65.7% എന്ന് കിട്ടും. അതായത് 65.7%-നോട് ഈക്വലാണ് നമ്മൾ സിംഗിൾ ഡിസ്കൗണ്ടിൽ കൊടുത്തു കഴിയുമ്പോൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. Next question, in a certain coding language, if the word STORK stock is coded as VQRON, then the same word TIRED will be coded as. അതായത് ഒരു കോഡിംഗ് ലാംഗ്വേജ് അനുസരിച്ച് STORK എന്ന് എഴുതി കഴിയുമ്പോൾ നമുക്ക് VQRON എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ TIRED എന്നതിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ STQRK എന്നുള്ളത് എഴുതി, അതുപോലെ തന്നെ Vയും Q, Rഉം Oയും W എഴുതി. ഇനി എസും വിയും തമ്മിലുള്ള നോക്കി, എസും വിയും തമ്മിലുള്ള എന്താണ്? TUV. അതായത് എസിനോട് 3 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് V കിട്ടും. ഇനി Tയും Qവും തമ്മിലുള്ള ബന്ധം നോക്കിയേ. അതായത്
ടിയിനോട് -3 ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് Q കിട്ടുന്നത്. ഇനി ഒയിനോട് +3 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് R കിട്ടും. ആറിനോട് -3 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് O കിട്ടും. ഇനി കെയിനോട് +3 ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് N കിട്ടുന്നത്. അതായത് ഇവിടെ +3 -3 മാറി മാറി ഓൾട്ടർനേറ്റീവായിട്ട് വന്നേക്കും. അപ്പം നമ്മൾ നമ്മുടെ വേർഡ് എഴുതി TIRED എഴുതി. ആദ്യം നമ്മൾ +3 ചെയ്യണം. ടീനോട് +3 ചെയ്ത് കഴിയുമ്പോൾ UVW എന്ന് കിട്ടും. ഇനി ഐയോട് -3 ചെയ്ത് കഴിയുമ്പോൾ F കിട്ടും. അതായത് GHI. എഫിനോട് 3 കൂട്ടി കഴിയുമ്പോഴാണ് ഐ കിട്ടുന്നത്. അപ്പോൾ അതിന് 3 കുറച്ച് കഴിയുമ്പോൾ F കിട്ടും. ഇനി ആറിനോട് 3 കൂട്ടി കഴിയുമ്പോഴോ ആറിനോട് 3 കൂട്ടി കഴിയുമ്പോൾ U കിട്ടും. ഇനി ഇനോട് -3 ചെയ്ത് കഴിയുമ്പോൾ B കിട്ടും. അതായത് CDE എന്നുള്ളതാണ്. അപ്പം ഇനോട് -3 ചെയ്ത് കഴിയുമ്പോൾ B കിട്ടും. ഇനി ഡിനോട് +3 കഴിയുമ്പോൾ നമുക്ക് G കിട്ടും. Next question. A person travels from X to Y at a speed of 50 km/h and returns from Y to X by increasing his speed by 50%. His average speed during the journey is. അതായത് ഒരു മനുഷ്യൻ ഒരു XY എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പം എക്സിൽ നിന്ന് വൈയിലോട്ട് ട്രാവൽ ചെയ്യണം. അപ്പോഴത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 50 km/h. അതൊരു 1 മണിക്കൂറിൽ 50 km ആണ്. ഇനി അതിനുശേഷം പുള്ളി തിരിച്ചു വരുവാണ്. അതായത് വൈയിൽ നിന്ന് എക്സിലോട്ട് വരും, ആദ്യത്തെ സ്ഥലത്തിലോട്ട് എത്തും. അപ്പം പുള്ളിയുടെ സ്പീഡ് 50% ഉയർത്തി. അങ്ങനെയാണെങ്കിൽ ഈ ജേർണിയിൽ, അതായത് ഈ എക്സിൽ നിന്ന് തുടങ്ങി എക്സിൽ തിരിച്ചെത്തുന്നോടെ വരെയുള്ള അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു സ്പീഡിൻ്റെ ആവറേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആ ഫുൾ ജേർണിയിലെ ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 62.5 km/h, 60 km/h, 62 km/h, 64 km/h. നമുക്കിവിടെ എക്സിൽ നിന്നുള്ള വൈയിലോട്ടുള്ള സ്പീഡ് 50 km/h ആണ് തന്നിട്ടുണ്ട്. ഇനി വൈയിൽ നിന്ന് എക്സിലോട്ടുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം പോയ ജേർണീനോട് 50% കൂട്ടിയിട്ടുള്ളത്, ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ 50% ഇൻക്രീസ് ചെയ്ത ആ ഒരു സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ 50 × 50യുടെ 50% എന്നാണല്ലോ. അപ്പോൾ × 150, അതായത് 100നോട് നമ്മൾ 50 കൂട്ടണം. അപ്പോൾ 150/100 = 75 എന്ന് കിട്ടും. അതായത് എക്സിൽ നിന്ന് വൈയിലോട്ട് പോയ സ്പീഡ് 50 ആണെന്നും വൈയിൽ നിന്ന് എക്സിലോട്ടുള്ളത് 75 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല തന്നെ 2AB / A+B എന്നുള്ളതാണ്. അപ്പോൾ 2 × 75 × 50/70 + 50 75 + 50 = 60 km എന്ന് കിട്ടും. അതായത് ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. സോ നമ്മൾ മാത്തമാറ്റിക്കൽ റീസൺസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം അനലൈസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ലോജിക്കൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് ആണ്. Molecules are in a random motion. Kuthaminar is composed of molecules. Therefore, Kuthaminar is in constant random motion. Identify the fallacy committed in the above statement. അതായത് നമ്മളോട് ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്യൂൾസ് റാൻഡം മോഷനിലാണ്. കുത്തമീനാർ ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂൾസ് കൊണ്ടാണ്. അതുകൊണ്ട് കുത്തമീനാർ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് റാൻഡം മോഷനിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏത് തരം ഫാലസിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വിവക്കേഷൻ, സ്ലിപ്പറി സ്ലോപ്പ്, ഹാസ്റ്റി ജനറലൈസേഷൻ, ഫാലസി ഓഫ് കോമ്പോസിഷൻ. ഏതായിരിക്കും ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. ഫാലസി ഓഫ് കോമ്പോസിഷൻ ആണ്. ഫാലസി ഓഫ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു എലമെൻ്റ് അല്ലെങ്കിൽ ഒരു പാർട്ട് എടുക്കുക. അപ്പം ആ ഒരു പാർട്ടിൻ്റെ പ്രത്യേകത വെച്ചിട്ട് നമ്മൾ ആ ഹോളിന് മൊത്തമായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഫാലസി ഓഫ് കോമ്പോസിഷൻ വരുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു വണ്ടി എടുത്തു. വണ്ടിയുടെ ഒരു പാർട്ടാണ് വീല് റബ്ബർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുവാണ് വണ്ടിയുടെ വീല് റബ്ബർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് ഈ വണ്ടി മൊത്തം റബ്ബറാണ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് നമ്മുടെ ഒരു പാർട്ടിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ആ ഒരു ഫുൾ സെക്ഷനിലോട്ട് അപ്ലൈ ചെയ്യുക. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോളിക്യൂൾസ് റാൻഡം മോഷനിലാണ്. കുത്തമീനാറിൻ്റെ അകത്ത് മോളിക്യൂൾസ് ഉണ്ട്, അതുകൊണ്ട് കുത്തമീനാർ കോൺസ്റ്റൻ്റ് ആയിട്ട് റാൻഡം മോഷനിലാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ഒരു പാർട്ടിൻ്റെ പ്രത്യേകത വെച്ചിട്ട് നമ്മൾ ഹോൾ അനലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ ഫാലസി ഓഫ് കോമ്പോസിഷൻ വന്നത്. ഇനി സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെപ്പോഴും പറയാറുണ്ട്, അതായത് സ്ലിപ്പറി സ്ലോപ്പ് സ്ലിപ്പ് ചെയ്ത് പോകുന്നത്. അതായത് ഇപ്പം ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായി, അത് നമ്മൾ വലിയ ഇതായിട്ട് കാണിക്കുക. അതായത് ഇപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് കാല് തട്ടി വീണു, അപ്പം പറയുക കാല് തട്ടി വീണു, നിൻ്റെ കാല് ഒടിഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ പറ്റില്ല, പരീക്ഷ എഴുതാൻ പറ്റില്ലെങ്കിൽ നീ പരീക്ഷയ്ക്ക് തോറ്റു പോകുക, അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല, നിനക്ക് പിന്നെ നിൻ്റെ ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കുന്നതാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്നത്. ഹാസ്റ്റി ജനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ എവിഡൻസ് ഒന്നും ഇല്ലാണ്ട് അതിൽ ഒരു ചെറിയൊരു ഇതിനെ വെച്ചിട്ട് നമ്മൾ ജനറലൈസ് ചെയ്യുന്നതാണ് ഹാസ്റ്റി ജനറലൈസേഷൻ എന്ന് പറയുന്നത്.
ഇക്വിവൊക്കേഷൻ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് മൾട്ടിപ്പിൾ മീനിങ്സ് വെച്ചിട്ട് ഒരു ആർഗ്യുമെൻറ്റിൽ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഇക്വിവൊക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് സം ബേർഡ്സ് ആർ നോട്ട് മമ്മൽസ് ഈസ് ഗിവൺ ആസ് ട്രൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി ഇമ്മീഡിയറ്റ്ലി ഇൻഫേർഡ് ടു ബി ഫാൾസ്. അതായത് സം ബേർഡ്സ് ആർ നോട്ട് മമ്മൽസ് എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ ഫാൾസ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഓ ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. കോൺട്രഡിക്റ്ററിയുടെ നിയമം അനുസരിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരിക്കും. ഇവിടെ സം ബേർഡ്സ് ആർ നോട്ട് മമ്മൽസ് എന്നുള്ളത് നമുക്ക് ട്രൂ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫാൾസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന എ ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഓൾ ബേർഡ്സ് ആർ മമ്മൽസ് എന്നുള്ളത് ഫാൾസ് ആണ്. ഇവിടെയാണ് കോൺട്രഡിക്റ്ററി റിലേഷൻഷിപ്പ് വരുന്നത്. അതായത് എയും ഒയും ഇയും ഐയും കൂടെയാണ് കോൺട്രഡിക്റ്ററി റിലേഷൻഷിപ്പ് വരുന്നത്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ മറ്റേത് തെറ്റായിരിക്കും, മറ്റേത് ശരിയാണെങ്കിൽ മറ്റേത് തെറ്റായിരിക്കും. അപ്പോൾ ഈ ഒരു ബന്ധം വരുന്ന കോൺട്രഡിക്റ്ററിയിലാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. ഓൾ ബേർഡ്സ് ആർ മമ്മൽസ് എന്നുള്ളതാണ്. കോൺട്രഡിക്റ്ററി ആണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ലോജിക്കലി ഇക്വിവലൻറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ലോജിക്കലി ഇക്വിവലൻ്റ് ആയിട്ടുള്ള സെയിം മീനിങ് തരുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സം നോൺ ബേർഡ്സ് ആർ മമ്മൽസ്, സം ബേർഡ്സ് ആർ നോട്ട് മമ്മൽസ്, സം നോൺ മമ്മൽസ് ആർ നോൺ ബേർഡ്സ്, സം നോൺ മമ്മൽസ് ആർ നോട്ട് ബേർഡ്സ്. അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എയിൽ പറഞ്ഞിരിക്കുക സം നോൺ ബേർഡ്സ് ആർ മമ്മൽസ് എന്നുള്ളതാണ്. ബിയിൽ തന്നിരിക്കുന്ന സം ബേർഡ്സ് ആർ നോട്ട് മമ്മൽസ് എന്നുള്ളതാണ്. അത് രണ്ടും ഈക്വലൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇനി സി, സം നോൺ മമ്മൽസ് ആർ നോൺ ബേർഡ്സ്. അപ്പോൾ 2 നോൺ വരുമ്പോൾ 2 നോണും കൂടെ പോകും. അപ്പോൾ സം മമ്മൽസ് ആർ ബേർഡ്സ് എന്നേ വരത്തുള്ളൂ. അതും ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് സാമ്യം വരുന്നില്ല. ഇനി നാലാമത്തെ നോക്കിയാൽ സം നോൺ മമ്മൽസ് ആർ നോൺ ബേർഡ്സ്. അപ്പോൾ ഇവിടെ 3 നോട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 നോട്ട് കളയാം. 2 നോട്ട് കളഞ്ഞ് കഴിയുമ്പോൾ അത് ട്രൂ ആവില്ല. അപ്പം സം നോൺ മമ്മൽസ് ആർ ബേർഡ്സ് നമുക്ക് കിട്ടും. അത് തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ബിയിലും പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് സം ബേർഡ്സ് ആർ നോട്ട് മമ്മൽസ് എന്ന്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സം നോൺ മമ്മൽസ് ആർ ബേർഡ്സ് എന്ന് വേണം. അപ്പോൾ അത് രണ്ടും സെയിം ആയിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് ആൻസർ വരുന്നത് ഇവിടെ ഓപ്ഷൻ 4 ആണ്. സം ബേർഡ്സ് ആർ നോട്ട് മമ്മൽസ് എന്നുള്ള ബി സ്റ്റേറ്റ്മെൻറ്റും സം നോൺ മമ്മൽസ് ആർ നോൺ ബേർഡ്സ് എന്നുള്ള ഡി ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ ലോജിക്കലി ഇക്വിവലൻ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സിലോജിസം. അതായത് സിലോജിസത്തിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. A, with 2 negative premise, affirmative conclusion can be drawn. B, predicate of the conclusion is the minor term. C, middle term must be distributed at least once in a premises. With 2 universal premises, particular conclusion can be drawn. The term distributed in the conclusion must be distributed in the premises. ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എ എടുക്കാം. വിത്ത് 2 നെഗറ്റീവ് പ്രമിസസ് അഫിമേറ്റീവ് കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ. അഫിമേറ്റീവ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് കൺക്ലൂഷൻ എന്നാണ്. അതായത് 2 നെഗറ്റീവ് പ്രമിസസിൽ നിന്ന് ഒരു പോസിറ്റീവ് കൺക്ലൂഷൻ നമുക്ക് ഡ്രോൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവ് വരുള്ളൂ, നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവേ വരുള്ളൂ. ഒരിക്കലും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് വരില്ല. സോ അതുകൊണ്ട് തന്നെ എ തെറ്റാണ്. ഇനി ബി പറഞ്ഞിരിക്കുന്നത് പ്രെഡിക്കേറ്റ് ഓഫ് ദ കൺക്ലൂഷൻ ഈസ് ദ മൈനർ ടേം എന്നുള്ളതാണ്. പ്രെഡിക്കേറ്റ് ഓഫ് ദ കൺക്ലൂഷനെയാണ് നമ്മൾ മേജർ ടേം എന്ന് പറയുന്നത്. ഇനി മൈനർ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റിൻ്റെ കൺക്ലൂഷനെയാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഓഫ് ദ കൺക്ലൂഷൻ, അതായത് കൺക്ലൂഷൻ്റെ സബ്ജക്റ്റിനെയാണ് നമ്മൾ മൈനർ ടേം എന്ന് പറയണത്. കൺക്ലൂഷൻ്റെ പ്രെഡിക്കേറ്റിനെയാണ് നമ്മൾ മേജർ ടേം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രെഡിക്കേറ്റ് ഓഫ് ദ കൺക്ലൂഷൻ ഈസ് ദ മൈനർ ടേം എന്നുള്ളതാണ്. അവിടെ മേജർ ടേമാണ് വരുന്നത്. സോ അതുകൊണ്ട് ബിയും തെറ്റായി. ഇനി നമുക്ക് സി നോക്കാം. മിഡിൽ ടേം മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ദ പ്രമിസസ്. അതായത് പ്രമിസസിൽ മിഡിൽ ടേം ഒരു തവണയെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതായത് നമുക്ക് 2 പ്രമിസസാണുള്ളത്, മേജർ പ്രമിസസും മൈനർ പ്രമിസസും. ഈ മേജർ പ്രമിസസിലും മൈനർ പ്രമിസസിലും കോമൺ ആയിട്ട് വരുന്ന ടേമിനെയാണ് നമ്മൾ മിഡിൽ ടേം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ മിഡിൽ ടേം പ്രമിസസിൽ ഒരു തവണ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. സോ അതുകൊണ്ട് ഓപ്ഷൻ സി ശരിയാണ്. ഇനി ഡി, വിത്ത് 2 യൂണിവേഴ്സൽ പ്രമിസസ് പർട്ടിക്കുലർ കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ. അതായത് യൂണിവേഴ്സൽ പ്രമിസസിൽ നിന്ന് നമുക്ക് പർട്ടിക്കുലർ കൺക്ലൂഷൻ ഡ്രോൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും തെറ്റാണ്. യൂണിവേഴ്സൽ പ്രമിസസിൽ നിന്ന് നമുക്ക് പർട്ടിക്കുലർ കൺക്ലൂഷൻ ഡ്രോൺ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല.
ഇനി ഈ നോക്കാം, ദ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ കൺക്ലൂഷൻ മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ പ്രെമിസിസ്. അതായത് കൺക്ലൂഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ടേം പ്രെമിസിസിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. അത് ശരിയാണ്. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. സിയും ഇയും ആണ്. അതായത് മിഡിൽ ടേം മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ദ പ്രെമിസിസ്. അതുപോലെ തന്നെ ദ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ കൺക്ലൂഷൻ മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ പ്രെമിസിസ് ടു. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളുമാണ് ശരിയായിട്ട് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക് ന്യായ വിച്ച് ഫാലസി ഈസ് കമ്മിറ്റഡ് ഇൻ ദ ഫോളോയിങ് ആർഗ്യുമെന്റ്? എനിത്തിങ് ദാറ്റ് ഈസ് തിങ്കബിൾ ഈസ് നെയിമബിൾ ബിക്കോസ് ഇറ്റ് ഈസ് തിങ്കബിൾ. തിങ്കബിൾ ആയിട്ടുള്ള എനിത്തിങ്ങിനെ നമുക്ക് നെയിമബിൾ ആക്കാനായിട്ട് സാധിക്കും, കാരണം അത് തിങ്കബിൾ ആണെന്നാണ് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്, ഒരു ആർഗ്യുമെൻറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക്ക് ന്യായ അനുസരിച്ച് ഏത് ഫാലസിയാണ് ഇവിടെ കമ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അസാധാരണ, സാധാരണ, ആശ്രയസിദ്ധ, സൗരൂപസിദ്ധ. ആൻസർ വരുന്ന ഏതായിരിക്കും? അസാധാരണയാണ്. ഇവിടെ ഒരു ഫോൾട്ടി ജനറലൈസേഷനാണ് വന്നിരിക്കുന്നത്. അതായത് തിങ്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നെയിം ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ഈസ് തിങ്കബിൾ. അങ്ങനെ ഒരു ഫോൾട്ടി ജനറലൈസേഷനാണ് വരുന്നത്. അതായത് നമ്മൾ എന്തിനെപ്പറ്റി എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ നെയിം ചെയ്യാനായിട്ട് പറ്റും, അതിനൊരു സഫിഷ്യൻറ്റ് ജസ്റ്റിഫിക്കേഷനൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ അസാധാരണ എന്ന ഫാലസി വന്നത്. സാധാരണ ഫാലസി വരുന്ന മിഡിൽ ടേം ഭയങ്കര വൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ ജനറൽ ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒത്തിരി തിങ്സൊക്കെ ഉള്ളപ്പോഴാണ് ഈ സാധാരണ വരുന്നത്. സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ എന്ന് പറയുന്നത് സാധാരണ ഫാലസിയുടെ ഒരു എക്സാമ്പിൾ ഓഫ് സാധാരണ ഫാലസിയാണ്. ആശ്രയസിദ്ധ എന്ന് പറഞ്ഞ ഫാലസി വരുന്നത് റീസൺഡ് സബ്ജക്റ്റ് നമുക്ക് അൺഎസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ നോൺ എക്സിസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ, അതായത് അങ്ങനെ നമ്മുടെ ആ ഒരു ആർഗ്യുമെൻറ്റ് ഇൻവാലിഡ് ആയി പോകുമ്പോഴാണ് ആശ്രയസിദ്ധ വരുന്നത്. അതായത് ആശ്രയസിദ്ധയുടെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്കൈ ലോട്ടസ് ഈസ് ഫ്രാഗ്നൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ലോട്ടസ് ലൈക്ക് ദ ലോട്ടസ് ഓഫ് ദ പോണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ സ്കൈ ലോട്ടസ് എന്ന് പറയുന്നത് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആർഗ്യുമെൻ്റ് ഇവിടെ ഫലേഷ്യസ് ആകുന്നത്. സൗരൂപസിദ്ധ വരുന്നത് ഒരു ആട്രിബ്യൂട്ട്സിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ ഒരു അൺറിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ആയിട്ടൊക്കെ കൊടുക്കുമ്പോഴാണ്. അതായത് നമ്മൾ പറയുവാണ് സൗണ്ട് വിസിബിൾ ആണ്, കാരണം അതൊരു ക്വാളിറ്റിയാണ്, അത് ക്വാളിറ്റി ആയതുകൊണ്ട് സൗണ്ട് വിസിബിൾ ആണെന്നൊക്കെ നമ്മൾ പറയുവാണ്. അപ്പോൾ അവിടെയൊക്കെ വരുന്നത് സൗരൂപസിദ്ധ ഫാലസിയാണ്. ഇവിടെ മൈനർ ടൈം റിയൽ അല്ല, ശരിക്കും ഉള്ളതല്ല. നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞ ഈ ഒരു ആർഗ്യുമെൻറ്റിൽ സൗണ്ട് ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആട്രിബ്യൂട്ടാണ്, പക്ഷെ അതൊരു വിസിബിൾ ആയതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ നമ്മൾ തെറ്റായ രീതിയിൽ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. സൗണ്ട് നമുക്കറിയാം ഒരിക്കലും വിസിബിൾ അല്ല, പക്ഷെ അതൊരു ഓഡിബിൾ ആണ്, അതൊരു വൈബ്രേഷനാണ്. ഇവിടെ നമ്മുടെ സൗണ്ടും വിഷ്വൽ പെർസെപ്ഷനും തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുവഴി ഇവിടെ ഒരു ഫലേഷ്യസ് ആയിട്ടുള്ള കൺക്ലൂഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതാണ് സൗരൂപസിദ്ധ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിലെ ആൻസറായിട്ട് വരുന്ന അസാധാരണയാണ്. നമ്മളിന്ന് ലോജിക്കൽ റീസണിങ്ങിലെ മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെയും ക്വസ്റ്റ്യൻസാണ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്